എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ വാർഷിക പൊതുയോഗം നാളെ കൊച്ചിയിൽ ചേരും. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കണമെന്നാണ് എക്സിക്യൂട്ടീവിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലക്ഷ്മിപ്രിയ, ടിനി ടോം, അൻസിബ ഹസൻ എന്നിവർ തമ്മിലുള്ള തർക്കം നാളെ യോഗത്തിൽ ചർച്ചയാകും. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയ അൻസിബ ഹസനെതിരെ നടപടിയെടുക്കുമോ എന്നതും നാളെ തീരുമാനിക്കും. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പരസ്യ പ്രസ്താവനകൾ നടത്തി അമ്മയെ തകർക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. ഈ നോട്ടീസിന് അൻസിബ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നതും നാളത്തെ യോഗത്തിൽ ചർച്ചയാകും. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ ഏറെ നാളായി ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്തായാലും ഈ തർക്കങ്ങൾക്കിടെ ഇപ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ പൊതുയോഗം, വാർഷിക പൊതുയോഗം നാളെ കൊച്ചിയിൽ ചേരുകയാണ്. ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അമ്മയുടെ വാർഷിക പൊതുയോഗം ചേരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കണമെന്നാണ് എക്സിക്യൂട്ടീവിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. എന്തായാലും നിലവിൽ ഉയർന്നു വരുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഈ ഒരു അമ്മ സംഘടനയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ പുതിയ നേതൃത്വം വേണമെന്നൊരു വാദം കൂടി ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളൊക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ലക്ഷ്മിപ്രിയ, ടിനി ടോം, അൻസിബ ഹസൻ എന്നിവർ തമ്മിലുള്ള തർക്കവുമൊക്കെ നാളെ യോഗത്തിൽ ചർച്ചയാവുകയാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയ അൻസിബ ഹസനെതിരെ നടപടിയെടുക്കുമോ എന്നതുമൊക്കെ നാളെ തീരുമാനിക്കും. സംഘടനയ്ക്കെതിരെയുമൊക്കെ അൻസിബ ഹസൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് സാധ്യതയുള്ളത്. അൻസിബ ഹസനും ടിനി ടോം, ലക്ഷ്മിപ്രിയ എന്നിവർ തമ്മിലുള്ള തർക്കമാണ് പ്രധാനമായും നാളത്തെ ചർച്ചയിൽ യോഗം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയ അൻസിബ ഹസനെതിരെ നടപടിയെടുക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അതും നാളത്തെ യോഗത്തിൽ തന്നെ തീരുമാനിക്കും. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ സംഘടനയ്ക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകളാണ് അൻസിബ ഹസൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമ്മയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാരോപിച്ച് അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും ഒക്കെ നൽകിയിരുന്നു. അൻസിബയുടെ ഈ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അമ്മ സംഘടനയെ എതിർക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രസ്താവനകളൊക്കെ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഒരു വിഭാഗം. എന്തായാലും ഈ നോട്ടീസിന് അൻസിബ എന്തായാലും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നതും നാളത്തെ യോഗത്തിലൊക്കെ ചർച്ചയാകും. എന്തായാലും യോഗത്തിന് ശേഷമായിരിക്കും അൻസിബയ്ക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ ഇല്ലയോ എന്നതിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ.